So here in this class, we will continue with the theory of simple gases, the second part. Okay. So കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ അഥവാ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഫോർ ദ സിമ്പിൾ ഗ്യാസസ് നമ്മൾ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡെറിവേഷൻസ് നമ്മൾ ഉണ്ടാക്കി. So here in this class we will be dealing with the canonical ensemble for simple gases എന്ന രീതിയിലേക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി പാർട്ടീഷൻ ഫങ്ഷൻ വുഡ് ബി സംതിങ് ലൈക്ക് ക്യു എൻ ഓഫ് വി ടി വുഡ് ബി സിംപ്ലി സിഗ്മ ഇ e raised to minus beta e എന്നതാണ് നമ്മൾ കണ്ടത്. വേർ e denotes the energy eigenvalues of the system and beta is equal to 1 by kt. So this is it. Now നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള തിയറി ഓഫ് സിമ്പിൾ ഗ്യാസസിൻ്റെ കണ്ടീഷൻ പ്രകാരം e is equal to what? Now e is simply NEE, summation NEE, where NE is the number of particles having energy E, small e. Okay. So NE, അപ്പം N1 പാർട്ടിക്കിൾ E1 എനർജിയിൽ, E1 എനർജിയിൽ എത്ര പാർട്ടിക്കിൾസ്? N1 പാർട്ടിക്കിൾസ്. E2 ഇപ്പം നമ്മളിവിടെ സെല്ലാക്കി എടുക്കുന്നില്ല. നേരത്തെ പിന്നെ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ ഡിറൈവ് ചെയ്തതുപോലെ നമ്മൾ സെല്ലാക്കി എടുക്കുന്നില്ല, പകരം സെയിം ലൈൻ ഓഫ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. സോ N1 പാർട്ടിക്കിൾസ് ഇൻ E1 എനർജി, N2 പാർട്ടിക്കിൾസ് ഇൻ E3 energy and so on. Okay, so this is what our consideration. So from that we can say n is equal to sigma e ne. That's another condition. So including all these conditions, now I can write q n of vt now is equal to sigma dash, I'll tell you what is dash, ne g of ne. G of NE എന്നത്, okay, we will call it as the weight factor, statistical weight factor. I'll tell you what is weight factor. E raised to minus beta. And what is E? E is sigma E NE E. Okay, so now we have a new term here which is called G of NE, which is called the statistical weight factor. Now what is this? Before that, let me tell you what is sigma dash of NE. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് എൻ പാർട്ടിക്കിൾസിനെ, ക്യാപിറ്റൽ എൻ പാർട്ടിക്കിൾസിനെ ഈ എനർജി എന്ന് പറയുന്ന ടോട്ടൽ എനർജിയുള്ള ഡിഫറെൻറ്റ് ലെവൽസിനിടയിൽ വ്യത്യസ്തമായ രീതികൾക്കകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ കേസിൽ N1 ഡാഷ് എന്നുള്ളതായിരിക്കാം, രണ്ടാമത്തെ കേസിൽ N1 ഡബിൾ ഡാഷ് എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പോൾ ആ നമ്പർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ. ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കേളി ബ്രാക്കറ്റ് NE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഡിസ്ട്രിബ്യൂഷൻസ് പോസിബിളാണ്. ആ ഡിസ്ട്രിബ്യൂഷൻസുകളുടെ ഒക്കെ സമ്മാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സിഗ്മ ഡാഷ് എന്നതിലൂടെ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നൗ ദ സെക്കൻഡ് ടേം ഹിയർ ഈസ് called the statistical weight factor. What is meant by statistical weight factor? See, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കേസിൽ ഒരു പെർട്ടിക്കുലർ NE എന്ന് പറയുന്ന കേസിൽ ലെറ്റ് us say 3 പാർട്ടിക്കിൾസ്, ഒന്നാമത്തെ എനർജി E1ൽ 3 പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ക്വാണ്ടം മെക്കാനിക്കൽ കേസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബോസ്-ഐൻസ്റ്റീൻ കേസാണ് എന്ന് വിചാരിക്കുക. ബോസ്-ഐൻസ്റ്റീൻ കേസാണെങ്കിൽ ഇവിടെ 3 പാർട്ടിക്കിൾസിനെ ഒറ്റ രീതിയിലേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കിപ്പോൾ 16 പാർട്ടിക്കിൾസ്, ടോട്ടൽ എൻ, ക്യാപിറ്റൽ എൻ 16 പാർട്ടിക്കിളാണെങ്കിൽ ആ 16ൽ ഏത് 3 എടുത്താലും അത് സെയിം തന്നെയായിരിക്കും. കാരണം എന്താണ്, ദ പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോൾ ആ 16ൽ നിങ്ങൾ 3 ഏത് 3 എടുത്താലും ദാറ്റ് വുഡ് ഗീവ് റൈസ് ടു സെയിം സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റുകളും അങ്ങനെയുള്ള ഈ 16ൽ ഏത് സ്റ്റേറ്റ് എടുത്താലും അതൊക്കെ എന്തായിരിക്കും, സെയിം സ്റ്റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫോർ ബോസ്-ഐൻസ്റ്റീൻ സിസ്റ്റംസ് GBE ഓഫ് NE വുഡ് ബി സിംപ്ലി 1. ക്ലിയർ? അതേസമയം G ഫെർമി ഡിറാക് ഓഫ് NE ആണെന്ന് വിചാരിക്കുക. അവിടെ എന്തായിരിക്കും സംഭവിക്കുക,
നിങ്ങൾക്ക് ഒരു എനർജി സ്റ്റേറ്റിൽ E1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എനർജി സ്റ്റേറ്റിൽ എത്ര പാർട്ടിക്കിൾസേ പറ്റുള്ളൂ? എയ്തർ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിനെ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു പാർട്ടിക്കിളും ഇല്ലാതെ ബ്ലാങ്ക് ആയി കിടക്കണം. ഓക്കെ, E1 ബ്ലാങ്ക് ആയി കിടക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഒന്നിലധികം പാർട്ടിക്കിൾസ് പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ ഈ 16 പാർട്ടിക്കിളിൽ നിന്ന് ഏത് പാർട്ടിക്കിളിനെ ഈ ഒരു പാർട്ടിക്കിളിന് പകരമായി ഇവിടെ പ്രതിഷ്ഠിച്ചാലും that all is same, എല്ലാം സെയിം ആണ്. ബിക്കോസ് the particles are indistinguishable. You cannot distinguish one particle from the other particle because it's all these are quantum mechanical particles. So in that sense we can say for Fermi-Dirac the statistical weight function becomes 1 if n is equal to 0 or 1. 0 or 1 ആണെങ്കിൽ അതൊരു പോസിബിൾ സ്റ്റേറ്റ് ആണ്. അഥവാ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ബിക്കംസ് 0. ദാറ്റ് മീൻസ് NE ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അല്ലെങ്കിൽ അതർവൈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദാറ്റ് വുഡ് ബി എ നോൺ പോസിബിൾ സ്റ്റേറ്റ്. ഫോർ ദാറ്റ് കേസ് GFD ഈസ് ഈക്വൽ ടു 0. പക്ഷേ മാക്സ്വെൽ ബോൾട്സ്മാൻ കേസാണെങ്കിലോ? മാക്സ്വെൽ ബോൾട്സ്മാൻ കേസാണെങ്കിൽ നിങ്ങൾക്ക് ഈ 16 പാർട്ടിക്കിളും ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളാണ്. എന്ന് പറഞ്ഞാൽ ABCD എന്ന് പറഞ്ഞിട്ട് 16 അക്ഷരങ്ങളുടെയും ഓരോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 16 പാർട്ടിക്കിളിൽ നിന്ന് നിങ്ങൾക്ക് 3 പാർട്ടിക്കിൾ വേണമെന്ന് വിചാരിക്കാം. ആ 3 പാർട്ടിക്കിളിനെ വ്യത്യസ്തമായ തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പിനേഷൻസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് ഓക്കെ, ഓരോ ലെവലിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 16-ൽ നിന്ന് 3 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16ൻ്റെ പെർമ്യൂട്ടേഷനായിട്ട് വരും അല്ലേ? അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റിൽ 4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ 16-ൽ നിന്ന് 4. അപ്പോൾ അത് തന്നെ വ്യത്യസ്തമായ രീതികളിൽ കോമ്പിനേഷൻസ് സാധ്യമാണ്. സോ ഫോർ മാക്സ്വെൽ ബോൾട്സ്മാൻ കേസ് ഇറ്റ് ബിക്കംസ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. നിങ്ങൾ പഴയ ഒരു റൂമിൽ N ആൾക്കാരുണ്ട്. ആ N ആൾക്കാർക്കും ബാക്കിയുള്ളവർക്ക് എത്ര പേർക്ക് അങ്ങനല്ല, 3 ബോളുണ്ട്, പച്ച, നീല, മഞ്ഞ എന്ന് പറയുന്ന 3 ബോളുണ്ട്, 10 ബോക്സ് ഉണ്ട്. അതെങ്ങനെയൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നത് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് വുഡ് ഗീവ് റേസ് ടു 1/Ni ഫാക്ടോറിയൽ. ഓക്കെ, ഓരോ N1 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈഡ് ബൈ N2 ഫാക്ടോറിയൽ ആൻഡ് സോ ഓൺ. സോ ദാറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ് ഫാക്ടർ ഹിയർ. കാരണം ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ പോസിബിൾ. ക്ലിയർ? നൗ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് കേസ്. അതിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് ദ മാക്സ്വെൽ ബോൾട്സ്മാൻ കേസിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാം. സോ വി നോ ദ ക്വാണ്ടം മെക്കാനിക്കലി Qn ഓഫ് Vt ഫോർ classical ideal gas which is distinguishable Maxwell Boltzmann system, then I can write it is sigma Ne pi അല്ലേ? GIക്ക് പകരം ഞാൻ നോക്കൂ ഇവിടെ എന്താണ് സിഗ്മ GIക്ക് പകരം G ഓഫ് മാക്സ്വെൽ ബോൾട്സ്മാൻ ദാറ്റ് ഇസ് pi I 1/Ni ഫാക്ടോറിയൽ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? e raised to minus ബീറ്റ ഇ എന്ന് പറഞ്ഞാൽ സിഗ്മ E NE. ഓക്കെ, സിഗ്മ E NE. Now that is a little bit tougher one because I have to put it in the other size. Okay, so how to do that? So I'll be doing this sigma dash of Ne. Okay, I'm just multiplying for the sake of simplicity. I'll tell you why I'm doing this but later. Okay, n factorial കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ n factorial കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ pi I Ni ഫാക്ടോറിയൽ. ഓക്കെ, നൗ ഇവിടെ നോക്കൂ, ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേമിനെ മാത്രം ഞാൻ എടുക്കുക. e raised to minus beta. ഓക്കെ, e raised to beta. നൗ സമ്മേഷൻ ആണ് അല്ലേ? സമ്മേഷൻ എന്ന് പറഞ്ഞാൽ N1 E1 എന്നെഴുതാം അല്ലേ? N1 E1 plus N2 E2 plus and so on. Okay. So now ഇത് എന്താണ്? ആദ്യത്തെ ടേം
മൾട്ടിപ്ലൈഡ് ബൈ അടുത്ത ടേം ഇ റേസ് ടു അങ്ങനെയല്ലേ, ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ആണ്. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഐ ക്യാൻ റൈറ്റ് നൗ പൈ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എൻ ഇ എന്ന് എഴുതിക്കൂടെ. ഗുഡ്. നൗ ഓക്കെ, വെരി ഗുഡ്. നൗ ഇഫ് ഐ ചെക്ക് ദിസ്, ഈ സാധനത്തിന് ഞാൻ നോക്കുകയാണെങ്കിൽ from mathematical point of view, if I check this, this is the multipole expansion. മൾട്ടിപ്പോൾ അല്ല, മൾട്ടിനോമിയൽ എക്സ്പാൻഷൻ. ബൈനോമിയൽ എക്സ്പാൻഷൻ നമുക്ക് 2 ടേം ഉള്ളതിൻ്റെ, അതുപോലെ n ടേംസ് ഉള്ള ഒരു സാധനത്തിൻ്റെ, ഓക്കെ, x1 പ്ലസ് x2 പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഓൾ റേസ് ടു n, അങ്ങനത്തെ ഇതിൻ്റെ എക്സ്പാൻഷനാണ് നമ്മൾ എന്താ പറയുക, മൾട്ടിനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുക. സോ ദിസ് ഈസ് സിംപ്ലി നൗ ബിക്കം ദ മൾട്ടിനോമിയൽ എക്സ്പാൻഷൻ. അതിൻ്റെ കോൺസ്റ്റൻറ്റ്, ഐ മീൻ അതിൻ്റെ ടേമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സോ ഫ്രം മാത്തമാറ്റിക്സ്, സോ ദാറ്റ് നൗ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് സിംപ്ലി 1/n ഫാക്ടോറിയൽ സിഗ്മ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഓൾ റേസ് ടു n. ഇതിനെ എക്സ്പാൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇത് കിട്ടുക. ദാറ്റ്സ് ഫ്രം മാത്തമാറ്റിക്സ്. ഓക്കെ, സോ വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് ഇതിൻ്റെ മൾട്ടിനോമിയൽ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ബട്ട് ദിസ് ഈസ് ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഇത് എന്ന് കാണാൻ കഴിയും. സോ നൗ വാട്ട് ഈസ് ദാറ്റ്, ഇത് നോക്കൂ, ഈ ടേം എന്താണ്, ഇതിനകത്തുള്ള സ്മോൾ ടേം മാത്രമായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നിങ്ങൾക്ക്, ദാറ്റ് ഇസ് സിംപ്ലി Q1 ഓഫ് വി ടി. ഒരു സിംഗിൾ ടേം ആണെങ്കിൽ അല്ലേ, Q1 of Vt ആണ്. So now I can write this is simply 1/n factorial Q1 of Vt all raised to n. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള റിസൾട്ടിൻ്റെ സെയിം എഗ്രിമെൻറ്റിൽ തന്നെയാണ് ഇതുള്ളത്. Now instead of the continuous system, instead of the discrete system you have a continuous system ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Q1 of Vt എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് ദ നമുക്കറിയാം Q1 ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആണ് അല്ലേ. കണ്ടിന്യൂസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, സമ്മേഷനെ ഇൻറ്റഗ്രേഷൻ ആക്കണം, മറ്റ് ടേമുകളൊക്കെ വരും. സോ ദാറ്റ് മീൻസ് സമ്മേഷൻ 0 to infinity, ഇൻറ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. നമുക്കറിയാം നമ്മളിത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് കേസ് യു വിൽ ഹാവ് എ ഡി പി എന്ന് വരും, അല്ലെങ്കിൽ ഡി ഇ എന്ന് വരും. പക്ഷേ അതിൻ്റെ കൂടെ എന്താ ഒരു കോഎഫിഷ്യൻ്റായിട്ട് ഇ റേസ് ടു ഹാഫ് ഡി ഇയും കൂടി വരും. പിന്നെ അതിൻ്റെ പുറത്തുള്ള കോഎഫിഷ്യൻ്റായിട്ട് 2πv, ഞാനത് ആവർത്തിക്കുന്നില്ല, നോക്കിയാൽ കാണാൻ പറ്റും. h³ 2m ഓൾ റേസ് ടു 3/2 കൂടി വരും, നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, സോ if I do the integral, that I will be getting something like v, കാരണം v എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഡി ക്യു ഡി പി എന്നുള്ള ടേം എടുക്കുമ്പോഴാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഡി ക്യൂവിനെ നേരിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ വി ആയിട്ട് മാറും. ഡി പിയുടെ ടേം എടുക്കുന്ന സമയത്ത് ഡി പി ഈസ് ഈക്വൽ ടു √2me അല്ലേ, √2me ഡി ഇ എന്ന് വരും. അങ്ങനെയാണ് ഈ ഇ റേസ് ടു ഹാഫ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നാണ് എൻ്റെ, അല്ലെങ്കിൽ പഴയ റൂം ചെക്ക് ചെയ്തു, പേജുകൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇൻ ദാറ്റ് കേസ് യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് വി ബൈ h³ 2πmkt all raised to 3/2 എന്നാണ് കിട്ടുക. ഓക്കെ, ഇഫ് യു ഡു ദ ഇൻറ്റഗ്രൽ. സോ നൗ ദിസ് ഈസ് സിംപ്ലി ലാംഡ ക്യൂബ്. ലാംഡ ഇസ് ദ തെർമൽ വേവ് ലെങ്ത്. ഇത് നമ്മൾ ലാംഡ എന്നാണ് വിളിക്കുക. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു h/2πmkt all raised to half ആണ്. ഓക്കെ, സോ അത് നമ്മളിവിടെ പുട്ട് ചെയ്യുന്നു. സോ ഇൻ ദാറ്റ് കേസ് Q1 of Vt we will be getting as V by lambda cube. So now what will be Qn of Vt? From the same result you will be getting 1/n factorial like V raised to n by lambda raised to 3n. Good. Now let us go for grand canonical ensemble. Grand canonical ആകുമ്പോൾ എന്താവും, നമ്മുടെ ornamented cube of ZVt അല്ലേ, fugacity ZVt is equal to sigma n is equal to, now that particles also changes.
നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓൾസോ ചേഞ്ചസ്. സെഡ് റേസ് ടു എൻ, നമുക്ക് നമ്മുടെ യൂഷ്വൽ റിസൾട്ട് ക്യു എൻ ഓഫ് വി ടി ഇതാണല്ലോ. ഓക്കെ, നൗ ക്യു എൻ ഓഫ് വി ടിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് സെഡ് റേസ് ടു എൻ വി റേസ് ടു എൻ ബൈ ലാംഡ റേസ് ടു 3n അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് മുഴുവൻ എനിക്ക് വേണമെങ്കിൽ സിഗ്മ എന്തെഴുതാൻ പറ്റും? സെഡ് വി ബൈ ലാംഡ ക്യൂബ് ഓൾ റേസ് ടു എൻ എന്നെഴുതാൻ പറ്റും. ഇത് n = 0 to ഇൻഫിനിറ്റി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 പ്ലസ് സെഡ് വി ബൈ ലാംഡ ക്യൂബ് പ്ലസ് സെഡ് വി ബൈ ലാംഡ ക്യൂബ് ഹോൾ സ്ക്വയർ പ്ലസ് അങ്ങനെ കിട്ടും അല്ലേ? ദാറ്റ് ഈസ് സിംപ്ലി ഇ റേസ് ടു സെഡ് വി ബൈ എക്സ്പോണൻഷ്യൽ സെഡ് വി ബൈ ലാംഡ ക്യൂബ്. Alright, so that is a grand canonical. Good, that's it. Okay, so this is the partition function, grand canonical partition function for a Maxwell-Boltzmann system, and this is the canonical partition function. If the canonical partition function is discrete, in that case you will be getting this. Okay, this. Okay, this. Okay, so that is it. ഇതാണ് Maxwell-Boltzmann. Now let's go to the Bose-Einstein and Fermi-Dirac questions. So നമുക്ക് അഗെയിൻ നമ്മളെ സെയിം യുക്തി അനുസരിച്ചിട്ട് ഫെർമി-ഡിറാക്കും എന്താണ് ബോസ്-ഐൻസ്റ്റീനും അല്ലേ? ഓക്കെ ഓക്കെ, നൗ ക്യു എൻ ഓഫ് വി ടി എന്താണ്? സിഗ്മ ഡാഷ്, സെയിം ലോജിക്, സിഗ്മ ഡാഷ് എൻ ഇ റേസ് ടു മൈനസ് ബീറ്റ സിഗ്മ ഇ എൻ ഇ ഇ അല്ലേ? എൻ ഇ ഇ എന്ന് കിട്ടും. അതാണല്ലോ. ഓക്കെ ഓക്കെ, നൗ ഇതെങ്ങനെ മനസ്സിലായി? ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ ഇ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇ ഇ ആൻഡ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇ. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യു ഗെറ്റ് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ എന്താണ് ജി ഓഫ് എൻ ഇ എന്താ പോയത്? ഒന്നുകിൽ 1 ആയിരിക്കും എല്ലാ കേസിലും, ഓർമ്മയുണ്ടല്ലോ ഫെർമി-ഡിറാക്കിൻ്റെയും മാക്സ്വെൽ-ബോൾട്സ്മാൻ്റെയും കേസിൽ അത് 1 ആയിരിക്കും. ഓക്കെ, നൗ നമ്മൾക്ക് കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ പാർട്ടീഷൻ ഫംഗ്ഷനെ കണ്ടുപിടിക്കൽ ഇത്രയേ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഡിറൈവ് ചെയ്യുക എന്നുള്ളത്, കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഗ്രാൻഡ് കാനോണിക്കൽ കേസിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഗ്രാൻഡ് കാനോണിക്കൽ കേസിലേക്ക് സെഡ് വി ടി.